അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. കാരണം ഇത് ഈ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തിനേറ്റ ഒരു മുറിവ് കൂടിയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാവില്ല. മണ്ഡല മകരവിളക്ക് സീസൺ വരുന്ന കാലമാണ്. ശരിയാണ്, നവംബർ പകുതി വരെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ പദവിയിൽ ഇരിക്കാനുള്ള കാലാവധിയുള്ളൂ. പക്ഷേ അവിടെയും ശ്രമങ്ങൾ നടക്കുകയാണ് അദ്ദേഹത്തിന് സമയം നീട്ടി നൽകുക എന്നുള്ളത്. ഇനി അങ്ങനെ നീട്ടി നൽകിയാൽ അതൊരിക്കലും പുറക്കാനാവുന്ന ഒന്നായിരിക്കുകയില്ല. ശ്രീ MS വേണുഗോപാൽ, ഹസ്കർ പറയുന്ന വിശദീകരണങ്ങൾ താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇത് അത്ര ലൈറ്റായിട്ട് അല്ല ഹൈക്കോടതി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഓർഡറിൽ നിന്ന് വ്യക്തമാകുന്നത്. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ മനോഹർലാൽ ശർമ്മ വേഴ്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ആ വിധിയിൽ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറയുകയാണ്, ഉന്നത കോടതിയുടെ പരിധിയിൽ അന്വേഷണത്തിൽ സ്വതന്ത്രവും സുതാര്യവും സമയബന്ധിതവും ബാഹ്യ സ്വാധീനവും ഇടപെടലും ഇല്ലാതെയും നീക്കാനുള്ള ഒരു നടപടി കൂടിയാണ് സുപ്രീം കോടതി അവിടെ നടത്തിയത്. അതുപോലത്തെ ഒരു നടപടിയാണ് ഞങ്ങൾ നടത്തുന്നതെന്നാണ്. ഇതൊരു നിസ്സാരമായ ഒരു കള്ളത്തരമായിട്ടോ അല്ലെങ്കിൽ ഒരു കുംഭകോണമായിട്ടോ അല്ല സുപ്രീം കോടതി കണ്ടിരിക്കുന്നത്. ഇന്ത്യയെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു കോൾ ബ്ലോക്ക് കുംഭകോണം പോലെ ഒരു വലിയ കുഴപ്പമാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്തോടെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്, ഇത് പോറ്റിയിൽ മാത്രം അങ്ങനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിയില്ല, ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് സുതാര്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കീഴുദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനും നേതൃത്വത്തിന് കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ഉന്നതർ മുതൽ വരെയുള്ള എല്ലാവരുടെയും പങ്ക് SIT അന്വേഷിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയിലെ കൊള്ള, വിശാല ഗൂഢാലോചന, അധികാര ദുർവിനിയോഗം, ചുമതലയിൽ നിന്നുള്ള വ്യതിയാനം എന്നിവയെല്ലാം അന്വേഷിക്കണമെന്നാണ് ഈ ഓർഡറിൽ വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ മിനിറ്റ്സ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇത് SITയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല, പകർപ്പ് ഹൈക്കോടതിയിൽ നൽകണം എന്നും കൂടെയാണ്. പകർപ്പ് ഹൈക്കോടതിക്ക് കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഹൈക്കോടതി അത്ര അധികം ഇതിനകത്ത് എന്തെങ്കിലും തിരിമറി നടക്കുമോ എന്ന് സംശയിക്കുന്നു എന്നുള്ളതല്ലേ അത് വ്യക്തമാക്കുന്നത്. SITയുടെ കോപ്പി ബുക്ക് പിടിച്ചെടുക്കാൻ മാത്രമല്ല പറയുന്നത്, കോപ്പി ഞങ്ങൾക്ക് തരണം, എന്തെങ്കിലും വിധത്തിൽ തിരിമറികൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിങ്ങനെ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയും അതുപോലെ തന്നെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ അറിയിക്കാതെയും ഒക്കെ ഈ സ്വർണ്ണപ്പാളികൾ 2019-ലും 2025-ലും ഒക്കെ എങ്ങനെ കൈമാറാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളതാണ്. ശരി, അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന രീതിയിലാണ് ഹൈക്കോടതി ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, മോഷണം എന്നുള്ള വാക്ക് പോലും ഹൈക്കോടതി പ്രയോഗിച്ചിട്ടുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, ഈ മേൽനോട്ടത്തിലുണ്ടായ ഒരു വീഴ്ച മാത്രമാണ് PS പ്രശാന്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുകയാണ് ഹസ്കർ. അതിനെ എങ്ങനെ കാണുന്നു? ഈ ഭരണ ചുമതല നിർവഹിക്കുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചു, അത്രേ ഉള്ളൂ എന്ന്. അത്രേ ഉള്ളൂ. അല്ല, നിസ്സാരവൽക്കരിക്കാൻ ആർക്കും സാധിക്കും. യഥാർത്ഥത്തിൽ PS പ്രശാന്ത് ഹൈക്കോടതിയിൽ എന്നെ പരാമർശത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഹർജിയാണോ കൊടുക്കേണ്ടത്, അതോ ഞാൻ ഈ സ്ഥാനം ഒഴിയുന്നു എന്ന ഹർജിയാണോ കൊടുക്കേണ്ടത്? ധാർമ്മികമായിട്ടാണ് PS പ്രശാന്തിന് പ്രതികരിക്കാൻ സാധിക്കുകയെങ്കിൽ അദ്ദേഹം പറയണം, എൻ്റെ പേരിൽ പരാമർശം വന്ന സ്ഥിതിക്ക്, എൻ്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ പറഞ്ഞ സ്ഥിതിക്ക്, എൻ്റെ ബോർഡിനെ പറ്റി മോഷണവുമായി ചേർത്ത് വെച്ച സ്ഥിതിക്ക് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു, അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം ഞാൻ തിരിച്ചു വരാം എന്ന് പറയാനുള്ള ഒരു ആർജവമാണ് യഥാർത്ഥത്തിൽ പ്രശാന്തൻ കാണിക്കേണ്ടത്. എന്നാൽ പ്രശാന്ത് അത് കാണിക്കുന്നതിന് പകരം എൻ്റെ പേര് അറിയാതെ വിട്ടുപോയതാണ്, എന്നെ ഒഴിവാക്കി തരണം. അറിയാതെയല്ല, ഹൈക്കോടതി സൂക്ഷ്മമായി, വെറുതെ പറയുന്നതല്ല, ഇത്രയേറെ ഭൂകമ്പമായി മാറിയ കേസ് വളരെ സൂക്ഷ്മമായി, വളരെ രഹസ്യമായി, ഓരോ രേഖകളുടെയും അടിസ്ഥാനത്തിൽ, മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ, എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, ഉത്തരവാദിത്തപ്പെട്ട തിരുവാഭരണം കമ്മീഷണറുടെ കത്ത് ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കാളിത്തമുണ്ട്. അങ്ങനെ പങ്കാളിത്തമുണ്ട് എന്ന് ഹൈക്കോടതി പരാമർശിച്ചു പോയതല്ല. ഹസ്കർ പലവട്ടം പറഞ്ഞു, പരാമർശിച്ചാൽ വിധിക്കകത്താണ് പറഞ്ഞത്, ജഡ്ജ്മെന്റാണത്, അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതിന് ശേഷം ഞാൻ വീണ്ടും അതിൽ അള്ളിപ്പിടിച്ചിരിക്കും. വിധിയാണ്, ആ പരാമർശമല്ല, അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ അന്വേഷണത്തെ ഒന്ന് വകമാറ്റാൻ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ, അന്വേഷണത്തിന്റെ മുകളിൽ നിന്ന് കണ്ണുരുട്ടാൻ ഒരു
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട പല തെളിവുകളും കിട്ടില്ല, കിട്ടേണ്ട പല മൊഴികളും കിട്ടില്ല, കിട്ടേണ്ട പലതും കിട്ടാതിരിക്കും. അതുകൊണ്ട് പ്രശാന്തൻ മാറി നിൽക്കണം. പിന്നെ പ്രശാന്തൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യും എന്ന ഒരു ധാരണയില്ല. നമ്മൾ കണ്ട പഴയ പ്രശാന്ത് അല്ല. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ അയ്യപ്പ സംഗമത്തിൽ ഇൻകുലാബ് വിളിച്ച ആ പ്രശാന്ത്, മുഷ്ടി ചുരുട്ടി സ്വാമി ശരണം വിളിച്ച പ്രശാന്തിനെ നിയന്ത്രിക്കുന്നത് കേരള ഭരണമാണ്. CPM-നകത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആയിക്കൊണ്ട് ഏതെങ്കിലും ഒരു ബോർഡ് മാറി നിൽക്കുക, അത് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. CPM-ന്റെ പാർട്ടി, അത് പഞ്ചായത്ത്, സാധാരണഗതിയിൽ പഞ്ചായത്ത് മെമ്പറെ അല്ലെങ്കിൽ ബാങ്ക് ഡയറക്ടറെ, സൊസൈറ്റി ഡയറക്ടറെ, പാൽ സൊസൈറ്റി ഡയറക്ടർ വരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന, കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്ന, കൃത്യമായ റൂട്ട് മാപ്പ് കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് CPM. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രം സ്വതന്ത്രമായ അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ശരിയാണ്. പക്ഷേ തൽക്കാലം ഇതിൽ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ്. ശരിയാണ്. പക്ഷെ അത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഹൈക്കോടതി വിധി ചർച്ച ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് ഹൈക്കോടതി എത്തിയിട്ടില്ല, ബോർഡിന്റെ തലപ്പത്ത് വരെ എത്തിയിട്ടുള്ളൂ. അത് ശരിയാണ്. പക്ഷേ സർക്കാരിനും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേട്ടവും ശബരിമലയ്ക്കുണ്ടാകുന്ന വികസന നേട്ടവും തീർത്ഥാടകർക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ, ഒരു പരാതിയും ഇല്ലാതെ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസൺ അവസാനിച്ചു എന്നതിലും മേനി നടിക്കുന്ന ദേവസ്വം വകുപ്പിനും ദേവസ്വം മന്ത്രിക്കുമൊക്കെ ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. H എന്നുള്ള പാരഗ്രാഫ് അതീവ നിർണായകമാണല്ലോ ശ്രീ പണിക്കർ. ഇവരെല്ലാം പറയുന്നതിന് ഇപ്പോൾ ഹസ്കറും അതുപോലെ തന്നെ K. അനിൽകുമാർ പറഞ്ഞതിനേക്കാൾ പക്ഷേ ഹസ്കർ കുറച്ചുകൂടി കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അനിൽകുമാർ പറയുന്ന പോലെ അദ്ദേഹം പൂർണ്ണമായിട്ടും എല്ലാം നിരാകരിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇൻഫോം ദ ബോർഡ് ദാറ്റ് അനദർ സെറ്റ് ഓഫ് ദ്വാരപാലക was kept in the strong room and suggested that handing it over would reduce cost എന്ന്. അതായത് ദ്വാരപാലക ശില്പങ്ങൾ വേറെയുമുണ്ട് സ്ട്രോങ് റൂമിൽ, അത് എനിക്ക് തന്നാൽ അതിൽ നിന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്തോളാം, അതുവഴി സ്വർണത്തിൻ്റെ നിരക്ക് കുറയ്ക്കുവാൻ കഴിയും, ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് 2/10/2024 അന്ന് ആരായിരുന്നു? ഇതേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. പ്രശാന്തായിരുന്നു. പ്രശാന്ത് 2023-ലാണ്. ബോർഡിന്റെ ചെലവല്ല, എനിക്കുണ്ടായ ചെലവ് കുറയ്ക്കാമെന്നാണ്. ദ്വാരപാലക വാസ് കെപ്റ്റ് ഇൻ ദ സ്ട്രോങ് റൂം ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ഹാൻഡിങ് ഇറ്റ് ഓവർ വുഡ് റെഡ്യൂസ് കോസ്റ്റ് എന്നുള്ളതാണ്. അത് ശരിയാണ്. കാരണം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് ചെലവ് കുറയ്ക്കാമെന്നുള്ളതാണ്. അതിൽ അടുത്ത പാരഗ്രാഫിൽ അടുത്ത സെന്റൻസിൽ പറയുകയാണ് ഹൈക്കോടതി, ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ TDB officials consciously attempted to hand over the gold cladded Dwarapalaga secretly എന്നെടുത്ത് പറയുന്നുണ്ട് to Mr. ഉണ്ണികൃഷ്ണൻ പോറ്റി in 2025 to suppress the earlier gold pilferage എന്നുള്ളതാണ്. മോഷണം എന്നാണല്ലോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരി ശ്രീത് പണിക്കർ. നോക്കൂ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ മഞ്ജുഷ് വായിച്ചത് തന്നെയാണ്. ആ കോടതിയുടെ വിധിയിൽ 2 ഭാഗത്തായിട്ട് ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. 2019 തട്ടിപ്പ് പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇത്തവണ വളരെ രഹസ്യമായിട്ട് ഈ പണി അന്നത്തെ സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് സ്ഥാപനത്തിലാണോ ഇത് ചെയ്തത് ആ സ്മാർട്ട് ക്രിയേഷൻസിനെയും വീണ്ടും കൊണ്ടുപോയി ഏൽപ്പിക്കുകയായിരുന്നു. അത് ഏൽപ്പിക്കുന്നത് രഹസ്യമായി നടത്തണം എന്നുള്ള ഉദ്ദേശത്തിന്റെ, സീക്രട്ടായിട്ട് ചെയ്യണം എന്നുള്ളതിന്റെ കാരണത്താലാണ് ഇവർക്ക് കൃത്യമായിട്ട് ചട്ടങ്ങളും വകുപ്പുകളും എല്ലാം അറിയാമായിരുന്നിട്ടും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരുന്നത്, കോടതിയെ അറിയിക്കാതിരുന്നത്, ഇതിന് അനുമതി വാങ്ങാതിരുന്നത്, ദേവസ്വത്തിന്റെ മാനുവലിന് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചത്, ഒപ്പം കോടതിയുടെ ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്തത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ കാര്യത്തിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ധാരണ ഉണ്ടാകേണ്ടതാണ്. ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഏതൊക്കെ തവണ പ്രതികരിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം ശ്രീ പ്രശാന്ത് പറയുന്നത് ഒരു ചെറിയ വീഴ്ച പറ്റി എന്നാണ്. അതായത് ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള അവിടുത്തേതായിട്ടുള്ള ദേവസ്വത്തിന്റെ സ്വർണം, ആ സ്വർണം പുറത്തു കൊണ്ടുപോകുന്നത് ഒരു ചെറിയ വീഴ്ചയാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും കരുതുന്നത്. അങ്ങനെയുള്ള ഒരാളിനെയാണ് അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വർഷം നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പിനെ മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കോൺസ്പിറസി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ സിറ്റിംഗ് പ്രസിഡന്റ് കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ഹസ്കർ എങ്ങനെയാണ് വന്നിട്ട് ഇത് വെറും ഒരു സൂപ്പർവൈസറി ലാബ്സ് ആണ് എന്ന് പറയുക?